ആ കസേരയിൽ ചെരിഞ്ഞിരുന്നിട്ട് പറഞ്ഞിട്ടൊരു ചിരിയിരിക്കുന്ന സീനുണ്ട്. അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ ആകെയുള്ള ഒരു $1000 നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിച്ചിട്ടും മറ്റും നമ്മൾ ഒരു ട്രേഡിങ്ങിലേക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി ഗോൾഡിൽ നമ്മളൊരു ബൈ പൊസിഷൻ ഇട്ട് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഈ പഹയൻ നേരെ താഴത്തോട്ട് പോയി സകലമാനം നമ്മുടെ ക്യാപിറ്റലും വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് മുകളിലോട്ട് വന്ന് നമ്മുടെ ടാർഗറ്റിന്റെ അവിടെ പോയി നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഉടനെ നമ്മൾ കുറച്ചു നേരം കിളി പോയിരുന്നതിന് ശേഷം നമ്മൾ ആലോചിക്കും, നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ലോസ് തിരിച്ച് കയറി വന്ന് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉടനെ നമ്മൾ അടുത്ത പരിപാടി എന്താ, ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഓവർ ലിമിറ്റ് എടുക്കും. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ചിലർ പലിശക്കും പൈസ എടുത്തിട്ട് ഈ $1000 നേരത്തെ ഇട്ട സ്ഥലത്ത് അതൊരു 5000 10,000 ഇട്ടുകൊണ്ട് വീണ്ടും ഇതേ കലാപരിപാടി ചെയ്യും. സ്വാഭാവികമായിട്ട് അപ്പോഴെന്തുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെല്ലാണ് ഇട്ടതെങ്കിൽ ഇത് നേരെ മുകളിലോട്ട് അങ്ങോട്ട് പോയി നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടതിന് ശേഷം തിരിച്ച് നമ്മൾ വിചാരിച്ച ടാർഗറ്റിൽ വന്നിട്ട് നേരത്തെ ആ സ്പാനിഷ് മസാല ചിരി ഒന്നുകൂടെ ചിരിക്കും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? നമ്മുടെ ക്യാപിറ്റലാണ് പ്രശ്നം അല്ല. ഇവിടെ പ്രശ്നം എന്താണ്? നമ്മൾ ഇടുന്ന ലോട്ട് സൈസ് ആണ്. നിങ്ങളുടെ ബ്രോക്കർമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സിഗ്നൽ നിങ്ങൾ ഇട്ടാൽ പോലും നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള മാക്സിമം ലോട്ട് സൈസ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള മാക്സിമം ലോട്ട് സൈസ് അറിയാത്ത ഒരു പ്രശ്നം കൊണ്ടാണ് മിക്ക ആളുകൾക്കും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്നത്. അപ്പൊ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോവുക, അതിൽ നിങ്ങൾ അതിലൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതിൽ ഫ്രീ പാക്കേജസ് ഉണ്ട്. ഫ്രീ പാക്കേജസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റ്, മാക്സിമം ലോസ് ടാർഗറ്റ് മാത്രം കിട്ടും. അത് ഡെയിലി കുഞ്ഞതായിട്ട് അച്ചീവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പെയ്ഡ് പാക്കേജിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന, നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് എടുക്കാവുന്ന മാക്സിമം ലോട്ട് സൈസ്, ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, മാക്സിമം ലോട്ട് സൈസ്, മാക്സിമം പ്രോഫിറ്റ്, അതിൽ കാണുന്ന മാക്സിമം പ്രോഫിറ്റ് അത് മാത്രം, ആ ലോട്ട് സൈസ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ്, അതിൽ കാണിക്കുന്ന ടാർഗറ്റ് മാത്രം അച്ചീവ് ചെയ്യുക. ദിവസവും കുഞ്ഞു ലാഭങ്ങൾ ഉണ്ടാക്കി ഒരു വർഷം കൊണ്ട് നല്ലൊരു ക്യാപിറ്റൽ ഡിസിപ്ലിനോട് കൂടി ബിൽഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി ഒന്ന് പങ്കുവെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടൂൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്ത തവണ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്യാപിറ്റൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എൻ്റർ കൊടുത്തിട്ട് നിങ്ങളുടെ മാക്സിമം ലോട്ട് സൈസ് എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദിലീപിൻ്റെ ആ സ്പാനിഷ് മസാലത്തെ ചിരി വീണ്ടും കാണേണ്ടി വരും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.